വേണ്ട ഇവിടെ നോട്ടട്ട സാധനം. ആഹാ നല്ല നീല കായ്വ. എന്നെ കണ്ടോക്ക്, കണ്ടോ തൊയഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമ്മളൊരു പുഞ്ചയിലേക്ക് വന്നാണ്. നമ്മളിവിടുന്ന് അധികവും കുറേ മീനിനൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഫുൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് കേട്ടോ വന്ന്. റോഡുണ്ട്, പിന്നെ സ്ലിംഗ് ഷോട്ട് ഉണ്ട്, കൈച്ചൂണ്ടുണ്ട്, പിന്നെ സാധാ ചൂണ്ട റോഡിലിട്ട് എറിഞ്ഞ് പിലാപ്പിനെ പിടിക്കാനുള്ള പ്ലാനും, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. സെറ്റാട്ടോ. രാവിലെ നല്ല വെയിലിറക്കുന്ന സമയത്തെ അടിപൊളി വ്യൂ ആണ് ഇവിടെ. വെള്ളമൊക്കെ ഒന്ന് വരുന്ന സമയം. വെള്ളമൊക്കെ നല്ലോണം തെളിഞ്ഞുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല ലൊക്കേഷനാണ് സംഭവം. രാവിലെ കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ? നമുക്ക് ആ പിലാപ്പിൻ്റെ സൈഡൊന്ന് നോക്കി നോക്കാം. ആ ഭാഗത്ത് കുറച്ചുകൂടി നേരത്തെ വരണ്ടീനു അല്ലേ? 7 മണി ശരിക്കും എത്തിപ്പോണം. വെള്ളത്തിന് ഇങ്ങനെ ചൂട് കിട്ടണം. നീ എനിക്ക് എവിടെ മുകളിൽ കിടന്ന് കളിക്കും. പിലാപ്പിനെ ഫുള്ളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു തോണിയായിട്ട് വന്ന് വലയിടേണ്ടി വരും. എന്നാൽ റോഡ് സെറ്റാക്കാം അല്ലേ? കാണുന്നേ ഇല്ല. ആ കൂട്ടം ഇവിടുന്ന് വലിഞ്ഞോ? ചിലപ്പോൾ ട്രാവലിങ്ങിനായിരിക്കും. നല്ല ക്ലിയറായിട്ട് കാണാം. എന്താ അടിക്കുക? ഇവിടുന്ന് നോക്കിയാൽ പിലാപ്പിൻ്റെ ശരിക്കും കാണേണ്ടതാണ്. അത് 1 2 ഒന്നാണ് കുഴപ്പമില്ല. ഓ, അതിനെ കംപ്ലീറ്റ് ആൾക്കാർ പിടിക്കുമോ? അപ്പോൾ ഇവിടുന്ന് മീൻ കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് പാക്കപ്പ് അടിച്ചാലോ? അടുത്ത സ്പോട്ട് വിടാം അല്ലേ? ഇതൊക്കെ എന്നാലും എവിടെ പോയി? ആ, എന്തായാലും ഇപ്പോൾ വരുന്ന വഴിക്കൊന്നും ഇങ്ങോട്ട് തിരിച്ച് കയറാം അല്ലേ? ഓക്കെ, എന്നാ പോവാ. അപ്പോൾ ഗൈസ്, ഇത് വേറൊരു പുഞ്ചയാണ്. നമ്മൾ തോണിയൊക്കെ മുന്നിൽ കണ്ട് നടന്നു പോവാണ്. എന്താണെന്നറിയില്ല, മുന്നിൽ നിൽക്കുന്നവന് വഴി അറിയുന്ന പറഞ്ഞേ. മുന്നേ അല്ല ചെരുപ്പ് ഊരുന്ന് തന്നു കേട്ടോ. ചെരുപ്പിട്ടിട്ടൊക്കെയാണ് ഇറങ്ങി. മുന്നിൽ നടക്കുന്നവന് സ്ഥലം അറിയാറില്ല. ഇതിന് നീന്താൻ വരെ അറിയില്ലാന്ന് പറഞ്ഞു. വാ വാ, എന്താ സംഭവം അറിയോ? അവൻ പോകുന്നേ കൂടി പോയാൽ മതിയടാ. ഇന്നല്ല, എനിക്ക് തോന്നുന്നു എന്താ അറിയാം പക്ഷേ അങ്ങോട്ട് ആ ഇവിടെ നോക്കി ആ വക്ക ഉണ്ടെങ്കിൽ ഇവിടെ പണ്ടെങ്ങനെയെന്നറിയോ? ഇവിടം വരെ നടക്കുന്നു. ഇതാണ് നമ്മളെ തോണി. ഇത് ശരിക്കും നമ്മളെ തോണിയല്ല, ഇത് നമ്മളെ തോണിയല്ല സത്യം പറഞ്ഞാൽ. ഞാൻ മുങ്ങി പോവാണ്, നിങ്ങൾ വരൂലേ? വേണ്ട, ഏതാ എവിടേക്കാ പോയത്? കാട്ടില്ല, പറയാണ്ടടിക്കല്ലടാ. എടാ അതാ ഞാൻ പറഞ്ഞത്, തവളയാണോ നീ? എനിക്കൊന്നും അതിനങ്ങോട്ട്
ഈ ഭാഗമായിട്ടേ ഉള്ളൂ കേട്ടോ ഇത്. ഈ നിങ്ങളൊരു കാര്യം ചെയ്യണം, ആദ്യം നിങ്ങളെ കണ്ണും മൂക്കൊക്കെ സേഫ് ആക്കുക. ഇതിന് കമ്പനി ഒരു ഗ്യാരണ്ടിയും തരും. എന്തോന്നുണ്ട്. അല്ല നേരത്തെ അവിടുന്ന് അതിൻ്റെ ഇളക്കം കണ്ടിട്ട് ആഹാ തവളയാണത്. തവളയാ എന്തോ അടിച്ചിട്ടുണ്ട്. മീനോ തവള എന്തോന്ന് അടിച്ചിട്ടുണ്ട്. അടക്ക എന്തോ ഉണ്ടടാ. ചാവുന്നതിന്റെ മുന്നേ കുറച്ച് വെള്ളം എനിക്ക് വയ്യ. ഈ എന്തായാലും മുങ്ങും കണ്ട അടുത്തിരി തുള്ളി എനിക്ക് തന്നെ. ചളിവെള്ളം കുടിച്ച് വേറെ ഇറക്കണ്ട. നമ്മളെ സ്വന്തം വഞ്ചി പോലെ കയറിയിരിക്കുന്നുണ്ട്. ആരോ വഞ്ചിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ബാക്കി കേൾക്കാം. ഇവിടെ ആഴം കൂടുതലാണ് കൊണ്ടുവന്നാൽ നോക്കുമ്പോൾ ഇവിടെ മുട്ടോളം ആഴേ ഉള്ളൂ. ഇവിടെ അല്ലേ ഫ്രോഗ് അടിക്കില്ല, മാറ്റിയിട്ട് ജിഗ് ഇടണമെന്നാണ് നമ്മളെ എക്സ്പേർട്ടുകളെ അഭിപ്രായം. ആസാം വളം ഉണ്ടോലും. ഇനിയിപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അടിക്കാതെ ഇപ്പോൾ ഉണ്ടാ. ഷാർക്കിന്റെ വേറെ സാധനമാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇടാന്നാണ് പറയുന്നത്. കുറച്ച് ഗ്ലേസിങ് സാധനം. അപ്പൊ ഷാർക്കിനെ പിടിക്കാനാണ് നമ്മൾ വന്നത്. ഇത് നിങ്ങൾ ഡേഞ്ചർ സാധനം കേട്ടോ, ഇത് മാറണേ. അതൊക്കെ എവിടെ എത്തിന്ന്, അത് എവിടെ എത്തി നോക്ക്. ജിഗ് എറിഞ്ഞാൽ അതിൽ നടക്കുന്നതാണ്. നോക്കട്ടെ ജിഗ് അതിനും കൂടി തിരിച്ച് കിട്ടുമെന്നുള്ളതാണ് ഡൗട്ട്. എടാ എത്ര ദൂരം ഒന്നും പോയിക്കേണ്ട ആവശ്യമില്ലടാ. ഇതല്ലേ വേണ്ട കാലാവസ്ഥ. ഞാൻ തൊയഞ്ഞ് കളിക്കുന്നുണ്ട്. ചീത്തയൊക്കെ ഇപ്പോൾ വരും പാർസൽ. അപ്പോൾ ഗൈസ് ഈ സ്പോട്ടിലും ഒന്നുമില്ല. ഞങ്ങൾ മീനിനെ ചെക്ക് ചെയ്യാൻ ഇറങ്ങിയ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് ഇനി വേറെ സ്പോട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ കണ്ണ 2 പുഞ്ച കവർ ചെയ്തില്ലേ. 2 കവർ ചെയ്തതിൽ ഒന്നും സക്സസ് ആവാതെ നമ്മൾ മൂന്നാമത്തെ ഒരു പുഞ്ചതാ. ഇതാണ് മൂന്നാമത്തെ പുഞ്ച. അവിടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറേ പിള്ളേർ അവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്, വെട്ട് ചൂണ്ടിടുന്നുണ്ട്, നടുവിലൊക്കെ ഇറങ്ങുന്നൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മീൻ പിടിക്കുന്നെങ്കിലും നമുക്ക് കാണാം. ഓക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ
നമ്മളിങ്ങനെ വരുമ്പോൾ കുറച്ച് മക്കൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വാ ഏട്ടാ, ഇവിടെ മീനുണ്ട്, ഇവിടെ വന്ന് എറിഞ്ഞാൽ മീൻ കിട്ടും, സ്റ്റിക്കായിട്ട് വാങ്ങൊക്കെ പറഞ്ഞു. ഓർക്ക് സന്തോഷമായിക്കോട്ടെ, എന്തായാലും ഓരോരുത്തേക്ക് പോകുന്നത്. അതാ കണ്ട എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എടാ കിട്ടിയോ ഏതെങ്കിലും എപ്പോഴും കിട്ടിയോ മീനെ? എന്ന് നിങ്ങളൊക്കെ എവിടെ സ്ഥലം? 2-3 ദിവസം മുന്നേ ഇവിടെ എവിടെ കുഴിയുള്ളടാ? അത് കുഴിയാ? വീന്ന് കിട്ടാണ്ടൊന്നുമില്ല. ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ടോ? ഇത് ഈ ഇട്ടതാ? ഇതെന്താ അതിൻ്റെ എന്താ കോഴിക്കോടല്ല? യെസ്, ഇത് ഇപ്പോൾ എന്നെ കണ്ടോക്ക്, കണ്ടോ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? വില്ലേജ് ആംഗ്ലർ. വില്ലേജ് ആംഗ്ലർ. എന്താ സാധനം അവിടെ? ഇന്ന് കുറച്ച് മാറിക്കോ. അവിടെ എത്തുമെന്നും പറയാൻ പറ്റൂല. എന്തോ തവളയാന്ന് തോന്നണത്. ഫ്രോഗ് അല്ലടാ, ഫ്രോഗ് കുടുങ്ങൂലടാ. ഹുക്ക് മുകളിലല്ലേ ഉണ്ടാവുക? എന്താ ഇങ്ങനെയല്ലേ വരിക? ഫ്രോഗ് ഇങ്ങനെ വരിക, ഹുക്ക് മുകളിലാണ് വരിക. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കുറച്ചേരം വെയിറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് ബ്രാലടിച്ച ഫസ്റ്റ് മീൻ നിങ്ങൾക്ക് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? തിരിച്ചോ വിട്ടു, അവിടെ തന്നെ തിരിച്ചാൽ മതി, ഒന്നും ആവില്ല. ഈ ആക്ഷൻ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ആ വലിച്ചോ, തിരിച്ചോ. തിരിക. ശരിയോ അല്ലേ? ഇനി മെല്ലെ ഇങ്ങോട്ട് മെല്ലെ ഇങ്ങനെ വലിക്കുക. എവിടെ കണ്ണി പൊട്ടി പോകുന്നില്ല. നല്ല ഉറപ്പുള്ള സ്ഥലമാടാ. കണ്ണി പൊട്ടിയാൽ ഓറഞ്ച് കളർ അറിയാന്ന് വെച്ചാൽ മറ്റേ നൂല് വെച്ച സാധനം. രണ്ടിൻ്റെ അത് അവിടെ പിടിച്ചു. അങ്ങനെയല്ല, അപ്പുറത്ത് കൈ. എൻ്റെ ഏത് കൈ കൊണ്ടാണ് തിരിക്കൈ? ഈ വലത്തെ കൈയുള്ള ആളല്ലേ? അറിയില്ല ചേട്ടാ. മാറ്റി നോക്കി അവിടെ ഒന്നോ കുറച്ചേരം കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ചെടുത്താൽ മതി. ആ പല്ലുമ്പോൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യാമല്ലോ. മീൻ ഇട്ടിട്ടല്ലോ. കിട്ടിയ നമ്മൾ അറിയാനുള്ള ചാൻസ് ഒന്നും ഇല്ല. പൊങ്ങിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി വന്നല്ലോ. പിന്നെ നിങ്ങളിത് ചൂണ്ടിടുന്നുണ്ടപ്പോൾ യൂട്യൂബിലുള്ളവർ എത്ര നേരം എറിഞ്ഞിട്ടാണ് മീൻ കിട്ടുന്നത്. പിന്നെ ഞാൻ ഇപ്പം എത്ര നേരം എറിയുന്നു? എൻ്റെ വീഡിയോ ഉണ്ടോ കണ്ടി? മീൻ കിട്ടുന്ന വീഡിയോ അല്ലേ ഉണ്ടാവുക? പോട്ടിങ് അടിക്കാനുള്ള പരിപാടി. താഴോട്ടൊന്ന് കാണിക്കണം.
പൊക്കള കാണുന്നില്ല. അതാണ് പൊക്കളാ നടുന്നതാ, ചെറിയൊരു ചെടീൻ്റെ അവിടെ. അതിന്റെ ലെഫ്റ്റിലേക്കല്ലേ അടിക്കണ്ടേ? അതിന്റെ ലെഫ്റ്റ്, നിങ്ങളെ ലെഫ്റ്റ്, അതിന്റെ ലെഫ്റ്റിലേക്ക് അതാ. ഓ കറക്റ്റ്. കുടിയുണ്ടോ? കാറ്റ് കുടിക്കണ നീ. ആ പിന്നെ സാധനം ഉണ്ടടാ, കിട്ടി. ഡാൻസാ ബാ, ഇവിടെ നോട്ടട്ട സാധനം. വാ. ആഹാ ആ, അതാ ഞാൻ കാണുന്നില്ല. ഒരാളെ ഹെൽപ്പ് വേണമെങ്കിൽ. വേണ്ട. ഡാൻസാ വാ. ആ അതാ ആടാ, ഇതിന്റെ മുകളിൽ. ഞാൻ നിന്നപ്പം പരന്നിട്ട് നിന്ന് പോയോ? ഇല്ല, മറ്റേ സാധനമാണ്. ആഹാ, നല്ല നീല കായ്വ സാധനം. കറക്റ്റ് അടിയാൻ പോലെ എന്താണ്ടാ മുതലി, ഇതിനൊന്ന് കാണണം നമുക്ക്. അടിച്ച് കേട്ട് ഇവിടെ പള്ള കറക്റ്റ് സാധനം. ഇതിങ്ങനെ കറക്റ്റ്. അത് പൊരിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ. അയ്യോ അയ്യ പോലില്ല. ഇവിടെ കണ്ടില്ലേ? ഓ കൈ അതിന്റെ മുള്ള കേട്ടോ വയ്യ. സെറ്റ് കിട്ടിയടാ, അങ്ങോട്ട് വാ. ഇതാ ആ പിന്നല്ല, ബാക്കി കാണിച്ചിട്ടൊക്കെയാണ്. ബാക്കി അഞ്ച് പോലെ ഒഴിവാക്കല്ലേ. ബായ് ലബി മില. ആ ഷോട്ടെ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, മരത്തിൻ്റെ പോലെ. ഒരു നമ്മള് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോസ് ഇങ്ങനെ തിരിഞ്ഞിട്ട്, അപ്പം ഞാൻ എന്താ ചീത്തല്ലേ വെള്ളത്തിൽ ഏത്? ആ ഇതൊന്ന് പിടിക്കും. ഇത് പിടിച്ചാൽ മതി. അല്ല, ഇത് ഇങ്ങനെ പിടിച്ചോ. ഇല്ല, ഞാനപ്പുറത്തൂല. ഹൈ പുളിങ്കൊമ്പ് ഓക്കെ അല്ലേ? എനിക്കാണ് ഒറ്റയടിക്ക് ചാടാനും പറ്റൂല. ഇതാണ് അവിടുന്ന് കളിക്കുന്ന ഒന്നുകൂടി ഉണ്ടോ? അതെല്ലാ സാധനം എന്നിട്ട് ഫസ്റ്റ് അടിച്ച് ചെയ്യുന്നതെല്ലാം വന്നത് അത് പോകുമ്പോൾ ആമ്പലിൻ്റെ ഇവിടെ കണ്ടല്ലോ, നേരത്തെ ജഡ മഴ മറയില്ല. അതിനും പോലെ അടിപൊളി. ഇതാ ഇത് കൈ ബാക്കിൽ വെച്ചാൽ കൈ കാണൂല. കയ്യോ എൻ്റെ തല കണ്ടു. കാര്യം അങ്ങനെ വെച്ചാലേ കാണുള്ളൂ. പകുതി അതിനെക്കാട്ടി ചെറുതാടാ സാധനതാ. കറക്റ്റ് സ്ലിംഗ് ഷോട്ടിലിട്ടാ കാണുന്നുണ്ടോ? സൈസ് നോക്കി, മുഖം തന്നെ കാണൂല കേട്ടോ. അങ്ങനത്തെ സാധനം. ഇനിയിപ്പോൾ ഇത് ഊരിയെടുക്കുന്ന ചടങ്ങാ. ഓക്കെ സെറ്റ്.